നമസ്കാരം. കുളത്തൂപ്പുഴയിൽ നിന്നും ചെന്നൈയിലെത്തി സംഗീത സംവിധായകനാകാൻ അല്ലെങ്കിൽ ഒരു സിനിമാ പാട്ടുകാരനാകാൻ കഠിന ശ്രമവും അതിയായ ആഗ്രഹവും മനസ്സിൽ വെച്ച് നിരവധി പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ കഥ ഒരു ചരിത്രമാണ്. വളരെ ത്യാഗപൂർണമായ ഒരു അനുഭവങ്ങളുടെ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കെപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കും ഒരു പ്രചോദനമായിരുന്നു. കാരണം ഇത് ഓരോന്നും ഓരോ ശക്തമായ അനുഭവങ്ങളിലൂടെയാണ് ആ കലാകാരൻ വളർന്നു വന്നത്. അപ്പോൾ ചെന്നൈയിലുണ്ടായ ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുമ്പോൾ അദ്ദേഹം വളരെ അത്ഭുതവും എല്ലാത്തിനോടും വലിയൊരു ആകാംക്ഷയും അത്ഭുതവും അങ്ങനെയായിരുന്നു. ഒരു കഥ അദ്ദേഹം പറയുമ്പോൾ ഇപ്പോൾ ഓരോ ആളുകളെക്കുറിച്ച് ആദ്യം കാണുന്നതും അവരെ കണ്ടുമുട്ടുന്നതും അവരുടെ ഭാവഹാദികളും ഒക്കെ രവീന്ദ്രൻ മാഷ് വർണ്ണിക്കുന്നത് തന്നെ നമ്മൾ കണ്ണുമിഴിച്ചിങ്ങനെ കേട്ടിരുന്നു പോകും. സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഇപ്പം ഇത്തവണ ഞാൻ എസ് വിശ്വനാഥൻ എന്ന സംഗീത സംവിധായകനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എസ് വിയെക്കുറിച്ച് രവീന്ദ്രൻ മാസ്റ്റർ പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മധുരഗാന ചക്രവർത്തി, മെലഡി കിങ് എന്നാണ് രവീന്ദ്രൻ മാസ്റ്റർ സംബോധന ചെയ്യുന്നത് എപ്പോഴും. എസ് വിയോട് ഒരു ആരാധനയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ ചെന്നൈയിലെ ഈ മദ്രാസിലെ കാലയളവിൽ എസ് വിശ്വനാഥൻ, കെ വി മഹാദേവൻ, ദേവരാജൻ മാസ്റ്റർ, പ്രേം നസീർ തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരെയും നിർമ്മാതാക്കളെയും നടീനടന്മാരെയും ഒക്കെ സമീപിച്ചു അദ്ദേഹത്തിന് സിനിമയിൽ ഒരു പിന്നണി പാടുവാൻ വേണ്ടി. അപ്പോൾ ഈ എസ് വിയുടെ കാര്യം പറയുന്നത് അത് വളരെ നാടകീയമായിട്ടും വളരെ രസകരമായിട്ടുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നത്. അപ്പോൾ അത് 10-12 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം എസ് വിയുടെ വീട്ടിലെത്താൻ. മദ്രാസിലെ സാന്തോം എന്ന് പറയുന്ന സ്ഥലത്താണ് എസ് വി താമസിക്കുന്നത്. അപ്പോൾ പുലർച്ചെ തന്നെ ഇദ്ദേഹം സൈക്കിളിൽ എസ് വിയുടെ വീട്ടിന് മുമ്പിലെത്തും. അവിടെ സൈക്കിള് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ നല്ല തിരക്കുണ്ടാവും. എസ് വിയെ കാണാനായിട്ട് നിർമ്മാതാക്കൾ, അതുപോലെ പിന്നെ അവസരം തേടി വരുന്നവർ, സഹായം തേടി വരുന്നവർ, അങ്ങനെ മലയാളത്തിലും തമിഴിലുമൊക്കെ സംഗീത സംവിധാന രംഗത്ത് മുടിചൂടാ മന്നനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എസ് വിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ കാറുകളുടെ ഒരു നിരയുണ്ട്, ആളുകളുടെ ഒരു തിരക്കുണ്ട്. ആ കൂട്ടത്തിൽ രവീന്ദ്രൻ മാസ്റ്ററും ഇങ്ങനെ അവിടെ കാതോർത്ത് നിൽക്കും. അങ്ങനെ പല നാൾ പോയി നിന്നതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശനം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു വർണ്ണനയുണ്ട്. എസ് വി ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കതവ് തുറന്നിറങ്ങി വരുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു പ്രത്യേകതരം മണം പരക്കും. മാഷിൻ്റെ ഭാഷയിലാണ് ജാവേദ് എന്ന് പറയുന്ന ഒരു സുഗന്ധദ്രവ്യമാണ്. ആ മണം പരന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂർണ്ണ നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ എസ് വി പടികൾ ഇറങ്ങി വരുന്നത്, തടി കൊണ്ടുള്ള ഗോവണി ഇറങ്ങി വരുന്നത് ആ ശബ്ദം കേൾക്കാം. ഇറങ്ങി വന്നാൽ അദ്ദേഹം പൂജാമുറിയിലേക്ക് പോകും. ആ പൂജാമുറിയിൽ കുറേ നേരം പ്രാർത്ഥനാ നിരതനായിരുന്നതിന് ശേഷം മണി നാദം കേട്ട് കഴിയുമ്പോൾ അദ്ദേഹം പ്രഭാത ഭക്ഷണത്തിനായിരിക്കും. അത് കഴിഞ്ഞ് ആ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഉമ്മറത്തേക്ക് അദ്ദേഹം ദർശനം കൊടുക്കുവാനായി ഇറങ്ങുന്നത്. അപ്പോൾ മാഷിൻ്റെ ഒരു വിശദീകരണവും ഒരു ഭാഷ്യവുമാണ്. കുറച്ചത് ഒരു ഭാവുകത്വമുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ അത്ര ദൈവതുല്യമായി അദ്ദേഹം ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകനായതുകൊണ്ടാവണം അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഭാര്യ ഒരു വെള്ളിപ്പാത്രത്തിൽ നാണയത്തുട്ടുകളും പൈസയും നോട്ട് കെട്ടുകളും ഒക്കെ ആയിട്ട് വരും. പലർക്കും ദാനം ചെയ്യാനും പല സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു രംഗമാണ്. അത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ കാണാനെത്തുന്നവരെയൊക്കെ ഈ പാട്ടിൻ്റെ അവസരം തേടി വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ മാഷിനെ ഇതുപോലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തമ്പി നീ അങ്ങ് സ്റ്റുഡിയോയിൽ വാ, അവിടെ ഞാൻ പാട്ട് കേൾക്കാവുന്നു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ വീണ്ടും അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് പോകും. പലപ്പോഴും ഇങ്ങനെ ഇത് ആവർത്തിച്ചു. അപ്പോൾ AVM സ്റ്റുഡിയോയിൽ എസ് വിശ്വനാഥന് കമ്പോസ് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ചെന്ന് ഇങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ പല ദിവസം പുള്ളി കാത്തു നിന്നതിന് ശേഷമാണ് ഒരു ദിവസം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് വന്ന എസ് വി രവീന്ദ്രൻ മാസ്റ്ററെ കണ്ടത്. ആ തമ്പി നീ, അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അസിസ്റ്റൻ്റ് ത്യാഗരാജൻ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ത്യാഗരാജൻ എന്ന അസിസ്റ്റൻറ്റിനെ വിളിച്ച്
ഈ തമ്പിയുടെ പാട്ടൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ സർവ്വദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു പാട്ട് ആലോചിച്ചുറച്ചു വെച്ചിരുന്നു. കലൈക്കുയിൽ എന്ന് MSV തന്നെ നിർമ്മിച്ച് സംഗീത സംവിധാനം ചെയ്ത് SP ബാലമുരളീകൃഷ്ണ പാടിയ തങ്കരഥമേറി വന്നു വീതിയിൽ എന്ന തമിഴ് ഗാനം അതിമനോഹരമായി എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് രവീന്ദ്രൻ മാസ്റ്റർ പാടി. അപ്പോൾ അപ്പുറത്തെന്തോ ശ്രദ്ധയിലായിരുന്ന MS വിശ്വനാഥൻ ഈ ശബ്ദവും ഈ നാദധാരയും കേട്ട് അടുത്തേക്ക് വന്നു. തമ്പി നീ നന്നായി പാടരുത് എന്ന് പറഞ്ഞിട്ട് ഹാർമോണിയം വാങ്ങിയിട്ട് അദ്ദേഹം സ്തുതിയിട്ടു. അങ്ങനെ രവീന്ദ്രൻ മാസ്റ്ററുടെ ഈ ഗാനാലാപനം കഴിഞ്ഞപ്പോൾ വളരെ ഏറെ പ്രശംസിച്ചു. നീ നല്ല പാടുന്നു എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അതൊരു ജീവിതത്തിലെ ഒരു വലിയ നിർവൃതിയായി. താൻ ആരാധിക്കുന്ന സംഗീത സംവിധായകരിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു വാചകം കേട്ടപ്പോൾ നീ നല്ല പാടുന്നു, നിൻ്റെ പാട്ട് മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർക്ക് അതുവരെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറന്നു. വളരെ വേറെ ഒരു സന്തോഷത്തിൻ്റെ വേറൊരു അവസ്ഥയിലായി. ഇപ്പോൾ MSV ചോദിച്ചു, കുഞ്ഞെ നീ അപ്പോൾ ഒന്നും മിണ്ടിയില്ല രവീന്ദ്രൻ മാഷ്. സത്യത്തിൽ രവീന്ദ്രൻ മാഷ് ആഹാരം കഴിക്കാതെ വിശന്ന് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും നാരായണൻ എന്ന് പറഞ്ഞൊരു മലയാളിയുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ നാരായണനെ വിളിച്ചു, ഈ തമ്പിക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ദോശയും വടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. നല്ല ഭംഗിയായിട്ട് രവീന്ദ്രൻ മാഷ് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു തീർന്നപ്പോൾ വീണ്ടും MSV അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ വിശക്കരുത്, എപ്പോഴും നീ ഇങ്ങനെ വിശന്ന് നിൽക്കരുത്, നിനക്കെപ്പോൾ ആഹാരം വേണം അല്ലെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് യാത്രയാക്കി. പിന്നീട് കാലം കുറേ കഴിഞ്ഞു. രവീന്ദ്രൻ മാസ്റ്റർ ഗായകനായി, സംഗീത സംവിധായകനായി, മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തും സംഗീത രംഗത്തും നിലയുറപ്പിച്ചു, പേരെടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കെ AVM സ്റ്റുഡിയോയിൽ രവീന്ദ്രൻ മാസ്റ്റർ തൻ്റെ റെക്കോർഡിങ്ങിനായി പോകുമ്പോൾ MSVയെ കണ്ടു. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടപ്പോൾ MSV വിളിച്ച്, തമ്പി ഞാൻ ഈ ഇടയ്ക്ക് പാലക്കാട് പോയിരുന്നു. അപ്പോൾ പാലക്കാട് പോയപ്പോൾ ഒരു മലയാളം പാട്ട് കേട്ടു, മാമാങ്കം പലകുറി കൊണ്ടാടി. അപ്പോൾ അത് പാട്ട് ആരുടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് രവീന്ദ്രൻ സംഗീതം നൽകിയ പാട്ടാണ്, സിനിമയ്ക്ക് വേണ്ടിയല്ല, ലളിതഗാനമാണ്. അപ്പോൾ ഞാനത് വീണ്ടും കേട്ടു, അതിമനോഹരമായിരിക്കുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് രവീന്ദ്രനെ വിളിച്ച് MS വിശ്വനാഥൻ പറഞ്ഞു. അപ്പോൾ ഇതും തൻ്റെ ജീവിതത്തിൽ വലിയൊരു അംഗീകാരമായി രവീന്ദ്രൻ മാസ്റ്റർ എപ്പോഴും കരുതുന്നു. അതുപോലെ അങ്ങനെ നിരവധി ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ടായി. MSVയുടെ ഒരു ആരാധകനായി അവിടെ ചെന്ന് പരിചയപ്പെട്ട് പിന്നീട് സംഗീത സംവിധായകനായി മാറി. അദ്ദേഹത്തിൻ്റെ സ്വാധീനം തൻ്റെ പാട്ടുകളിലും ഉണ്ടായിരുന്നു എന്ന് രവീന്ദ്രൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ഗാനങ്ങളാണ് പലതും. അദ്ദേഹം അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ ചമ്പക്കുളം തച്ചനിൽ അച്ഛനും മകളും തമ്മിലുള്ള വൈകാരികമായൊരു മുഹൂർത്തം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു പാട്ടുണ്ട്, മകളെ പാതി മലരെ എന്നുള്ള ആ ഗാനം. അത് ഭയങ്കര ഹിറ്റായ രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടാണ്. ഇത് പറയാൻ കാരണം MS വിശ്വനാഥൻ്റെ സംഗീതത്തിലുള്ള പാട്ടുകൾ തന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ മകളെ പാതി മലരെ എന്നുള്ളത് ഈ MS വിശ്വനാഥൻ്റെ പാശൈ മലർ എന്ന സിനിമയിലെ മലർന്നു മലരാകെ പാതി മലർ പോലെ എന്ന ഗാനവുമായിട്ട് സാമ്യം തോന്നുന്നത്. അത് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കോപ്പി ചെയ്യുകയല്ല ചെയ്തത്. അത്തരമൊരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ അദ്ദേഹം സൃഷ്ടിച്ച ഒരു സംഗീതം, അതിൻ്റെ ഒരു സ്വാധീനം, ആ സ്വാധീനത്തിൽ നിന്ന് ഒരു പുതിയ സംഗീതം ഉണ്ടാക്കുക. അപ്പോൾ അത് അത്ര ഇഷ്ടവും അത്ര പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനായതുകൊണ്ടാണ് രവീന്ദ്രൻ മാഷ് അങ്ങനെ അത് വളരെ ഓപ്പണായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തതല്ല, അദ്ദേഹം പകർത്തി വെക്കുകയല്ല ചെയ്തത്. അപ്പോൾ അതിന് കാരണം ഈ ഇപ്പോൾ പുള്ളി എന്നിട്ട് വളരെ രഹസ്യമായി പുള്ളി പറഞ്ഞു, MS വിശ്വനാഥൻ അവസാന കാലം ആയപ്പോൾ എൻ്റെ ഒരു ആരാധകനായി, രവീന്ദ്രൻ മാഷിൻ്റെ ഒരു ആരാധകനായി MS വിശ്വനാഥൻ മാറുന്ന ഒരവസ്ഥയായിരുന്നു പിന്നീട്. അപ്പോൾ അങ്ങനെ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകരിൽ ഒരാളായിരുന്നു MSV. അല്ല, ഈ എൻ്റെ ആരാധകനാണെന്ന് അഹങ്കാരം പറയുകയല്ല. രവീന്ദ്രൻ മാഷ് ആ കാര്യം വിശദമാക്കി. കാരണം ഞാൻ പട്ടിണി കിടന്നപ്പോൾ എനിക്ക് ആഹാരം വാങ്ങിത്തന്നു, ഞാൻ വയറു നിറയെ ആഹാരം കഴിച്ചു. പക്ഷേ ഒരു സത്യം പറയാം, എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊരു തിരിച്ചറിവ് രവീന്ദ്രൻ മാഷ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാഷ് പറയുന്നത് ഇത് അദ്ദേഹം അത്ര ഐശ്വര്യപൂർണമായ ഒരു ഓർമ്മയും അനുഭവമാണ് തനിക്ക് പകർന്നു തന്നത്. പിൽക്കാലത്ത് എൻ്റെ ഒരു ആരാധകനായി അദ്ദേഹം മാറി. അതും അദ്ദേഹം അഹങ്കാരത്തിൽ പറയുന്നതല്ല, അതൊരു സത്യം തന്നെയായിരുന്നു.